ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലുള്ള ചെടികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളാണ് ഞാനിപ്പോൾ ചെയ്യണത്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കൊങ്ങിണി ചെടികളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അതുപോലെ എൻ്റെ കയ്യിലുള്ള മുല്ലച്ചെടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മുല്ലച്ചെടികൾക്ക് കൊടുക്കേണ്ട കെയറിങ്, വളങ്ങൾ, കീടങ്ങളെ അകറ്റാനായി എന്തെല്ലാം ചെയ്യാം, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, മുല്ലച്ചെടിയിൽ ഇല കാണാതെ പൂക്കൾ വിരിയാനായിട്ട് ഒരു സീക്രട്ട് വളം ഞാൻ കൊടുക്കുന്നുണ്ട്. അതും ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇതെൻ്റെ കയ്യിലുള്ള സാധാ മുല്ലയാണ്. ഇതിങ്ങനെ പടർന്നു പോയി നിറയെ പൂക്കളുണ്ടാവും. നമ്മൾ മുല്ലപ്പൂവൊക്കെ മുല്ലപ്പൂ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന മുല്ല തന്നെ, കുറ്റിമുല്ല അല്ലാന്ന് മാത്രം. ഈ മുല്ലത്തൈ നട്ടിട്ട് ഒരുപാട് വർഷമായി. ഇതൊരു പേരമരത്തിൽ പടർന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് ശാഖകളൊക്കെ വന്ന് നല്ല രീതിയിൽ പടർന്നു പോയിട്ടുള്ള ഒരു മുല്ലയാണ്. എല്ലാ വർഷവും ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. സീസൺ ആയാൽ നിറയെ മുട്ടുകൾ വന്ന് നിറയെ പൂക്കളുണ്ടാവും. മാല കെട്ടാനൊക്കെ ഒരുപാട് പൂക്കൾ കിട്ടാറുണ്ട്. ഇപ്പം മുല്ലപ്പൂവിൻ്റെ സീസണാണല്ലോ. ഇതിലിപ്പോൾ നിറയെ മുട്ടുകളുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഈ മുട്ടുകളൊക്കെ പൊട്ടിച്ച് മാല കോർത്ത് ഒരു വാഴയിലയിൽ വെള്ളം തെളിച്ച് വെക്കും. പിറ്റേ ദിവസം നല്ല ഭംഗിയുള്ള മുല്ലപ്പൂ മാല റെഡി ആയിട്ടുണ്ടാവും. മുല്ലപ്പൂ സീസണിലൊന്നും ഞങ്ങൾ മുല്ലപ്പൂ പൈസ കൊടുത്ത് വാങ്ങാറില്ല. ഈ മുല്ലയിലുണ്ടാവുന്ന മുല്ലപ്പൂ തന്നെയാണ് മാല കെട്ടാൻ എടുക്കാറുള്ളത്. ഇത് കൂടാതെ എൻ്റെ അടുത്തുള്ളത് ഈ അടുത്ത് ഞാൻ കമ്പ് നട്ടുപിടിപ്പിച്ച ഒരു കുറ്റിമുല്ല ചെടിയാണ്. ഇതാണ് ആ കുറ്റിമുല്ല. അത് ഞാൻ ഈ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. അതിലിപ്പോൾ നിറയെ മുട്ടുകൾ വരുന്നുണ്ട്. പെട്ടെന്ന് വലുതായി വരുന്നുണ്ട്. ഇത് നല്ല ഒറിജിനൽ കുറ്റിമുല്ല ചെടിയാണ് കേട്ടോ. ഇതിൽ ഇപ്പോൾ നിറയെ പൂക്കളുണ്ടായി വരുന്നത് കണ്ടോ. ഇത് ഞാൻ വെച്ചിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് പൂക്കളുണ്ടായി. അതാണ് കുറ്റിമുല്ല ചെടി വെച്ചാലുള്ള ഒരു ഗുണം. പിന്നെ ഇതിന് സീസൺ ഒന്നും ബാധകമല്ല. 365 ദിവസവും ഇതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ വെച്ച് 2-3 ഇല വന്നപ്പോൾ തൊട്ട് തന്നെ മുട്ടുകൾ വന്നു തുടങ്ങിയതാണ്. ഇപ്പോൾ ഒന്ന് നന്നായി വളർന്നപ്പോൾ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഈ കുറ്റിമുല്ല ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതെന്നല്ല കേട്ടോ. ഇത് എൻ്റെ ഒരു ടീച്ചറിൻ്റെ ഗാർഡൻ, നല്ല ഭംഗിയുള്ളൊരു ഗാർഡനാണ്. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ 1-2 ചട്ടിയിൽ കുറ്റിമുല്ല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ടീച്ചർ എനിക്ക് തന്നതാണ്. ചെറിയ 2 കമ്പുകൾ കൊണ്ടുവന്ന് ഞാൻ നട്ടുപിടിപ്പിച്ചതാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയൊരു ഗാർഡനാണത്. അതിലെ ചെടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അത് കാണണം എന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ ഈ നാടൻ മുല്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഓരോ തളിർപ്പിൻ്റെ അറ്റത്തും നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഭാഗത്തു നിന്നായിട്ട് വിരിഞ്ഞു തുടങ്ങും. അതിൻ്റെ ഒപ്പം പുതിയ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ സീസൺ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് മുല്ലപ്പൂക്കൾ ഇതിലുണ്ടാവും. ഇതുകൂടാതെ ഈ അടുത്ത് എനിക്ക് കുറ്റിമുല്ലയുടെ ഒരു ചെറിയൊരു തണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ചെറിയ കവറിൽ വെച്ച് അത് പൊടിച്ച് വന്നിട്ടുണ്ട്. അതിനി ഒരു ചട്ടിയിലേക്ക് മാറ്റി നടേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ നടുന്നതെന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. മുല്ലച്ചെടി നടുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ചട്ടി നോക്കിയിട്ട് വേണം എടുക്കാൻ. നല്ല വലുപ്പത്തിലുള്ള ചട്ടിയിൽ നട്ടാലാണ് വേരുകളൊക്കെ നല്ലപോലെ വളരാനും ആ ചെടിക്ക് നല്ല രീതിയിൽ വളരാനൊക്കെ സാധിക്കുള്ളൂ. ചട്ടിയിലേക്ക് ആദ്യം ഞാൻ നിറച്ച് കൊടുക്കുന്നത് കരിയിലാണ്. അതിനുള്ള കരിയിലൊക്കെ ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഹോളുള്ള ചട്ടി നോക്കി വേണം നമ്മൾ എടുക്കാൻ. ഹോളില്ലെങ്കിൽ നമ്മൾ അതിൽ ഹോളിട്ട് കൊടുക്കണം. ഇനി ഹോൾസ് ഒന്നും അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഓടിൻ്റെ കഷ്ണങ്ങൾ ഹോളുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കണം. ഞാൻ ഈ ഹോളിൻ്റെ മേലെയായിട്ട് ഓരോ ഓടിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലെ ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാനും അതുപോലെ വെള്ളം നല്ലപോലെ വാർന്നു പോകാനും വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചട്ടിയിൽ ഓടും കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെയുള്ള ചെടികളൊക്കെ വെക്കുമ്പോൾ മിക്കവാറും എല്ലാ ചട്ടികളിലും കരിയിലാണ് ആദ്യം നിറച്ച് കൊടുക്കാറുള്ളത്. ഇതിൽ കുറച്ചുള്ള പോട്ടി മിക്സോ മണ്ണോ ഒക്കെ നമുക്കിതിൽ നിറച്ച് കൊടുത്താലും മതി. ക്രമേണ നമുക്കിതൊരു വളമായി മാറുകയും ചെയ്യും. കരിയില ഒരുപാട് നാളതിൽ കിടന്ന് ജീർണിച്ച് നല്ലൊരു വളമായി തീരുകയും ചെയ്യും. നമ്മുടെ ചട്ടിക്ക് അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്കത് എടുത്തു പൊക്കി വേറെ എവിടേക്കെങ്കിലും വെക്കാനൊക്കെ ഈസി ആയിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ 3 മാവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം കരിയില കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതൊക്കെ ചാക്കിലാക്കി വെക്കും. എന്നിട്ട് ഇതുപോലെ ചട്ടികളിൽ നിറയ്ക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. അതല്ലെങ്കിൽ അത് കത്തിച്ച് ചാരാക്കിയിട്ട് ആ ചാരം ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഞാൻ ഈ കരിയിലയുടെ മേലെ 2 തൊണ്ട് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുന്നത് ചട്ടിയിലെ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും. അങ്ങനെയാകുമ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മതി.
ചട്ടിയിലെ ഈർപ്പം നിലനിർത്താനായിട്ട് ഈ തൊണ്ടു പീസുകൾ സഹായിക്കും. അപ്പോൾ മഴക്കാലത്താണെങ്കിൽ നമ്മൾ അധികം നനച്ചു കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇതാണ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി നടാനായിട്ട് വെച്ചിരിക്കുന്ന ചെടി. ചട്ടിയിൽ നിറയ്ക്കാനായിട്ട് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഈ മിക്സിൽ നമ്മൾ ചകിരിച്ചോറൊന്നും ചേർത്ത് കൊടുക്കണില്ല. നമ്മൾ ചട്ടിയിൽ തൊണ്ടു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിൽ ഈർപ്പം നിലനിർത്താനായിട്ട് അതുമാത്രം മതിയാകും. ഇനി ഇതും ചട്ടിയിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് ചെടിക്കൊരു അടിവളമായിട്ടാണ്. കുറച്ച് നാളത്തേക്ക് പിന്നെ നമുക്ക് വേറെ ഒരു വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെടി നല്ല രീതിയിൽ വളർന്ന് തുടങ്ങിയാൽ മാത്രം മറ്റു വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഈ മിക്സ് ചട്ടി മുഴുവൻ നിറച്ച് കൊടുക്കണ്ട. അത് ചെടിയുടെ വേര് അതിൽ ഒന്ന് ഉറയ്ക്കാനുള്ള പാകത്തിന് മാത്രം മണ്ണിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചെടി വെച്ച് പിന്നെയാണ് നമ്മൾ ഈ മണ്ണിട്ട് കൊടുത്ത് ചട്ടി ഫില്ല് ചെയ്യണത്. കവറിൽ നിന്ന് ചെടി പുറത്തേക്ക് എടുത്തു. ഇനി ഇത് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കണം. തൊണ്ടു പീസിൻ്റെ ഇടയിലുള്ള മണ്ണിലേക്ക് നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാം. നന്നായി ഉറപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് വീണ്ടും മണ്ണിട്ട് കൊടുക്കാം. ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ഈ കരിയിലകളൊക്കെ ഒന്ന് താഴേക്കാൻ വരും. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. കരിയിലും തൊണ്ടു പീസൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ മണ്ണിട്ടിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോഴാണ് ചെടി അതിൽ നല്ല പോലെ ഫിക്സ് ആയിട്ട് ഇരിക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ മുല്ലച്ചെടി ചട്ടിയിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം കൂടെ ചാറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മഴയും വെയിലും ഒന്നും തട്ടാത്ത ഒരു ഭാഗത്ത് ഇതുപോലെ കൊണ്ടുവയ്ക്കാം. ഒരാഴ്ച കഴിഞ്ഞ് ചട്ടിയിൽ ചെടി നന്നായി പിടിച്ചതിന് ശേഷം പുറത്തേക്ക് മാറ്റി വയ്ക്കാം. എൻ്റെ മുല്ലച്ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ കൊടുക്കുന്ന മാജിക് ഫെർട്ടിലൈസർ ഇതാണ്. പഴത്തൊലി ചെറിയ കഷ്ണങ്ങളാക്കി കഞ്ഞിവെള്ളത്തിൽ ഒരാഴ്ച ഇട്ട് വെച്ചിട്ടുള്ളതാണിത്. മുല്ല നന്നായി പൂക്കാനായിട്ട് ഇത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ വളം ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നേരിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പഴത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ വളം ഏത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലും നല്ലതുപോലെ പൂക്കും. ഇതിൻ്റെ കൂടെ ചെടി വളരാനായിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഈ നാടൻ മുല്ലയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം മൊട്ടുകൾ കരിഞ്ഞു പോകുന്നുണ്ട്. അത് മാറ്റാനായിട്ട് നമുക്ക് ഒരു കീടനാശിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. മുല്ലയിലൊന്നും വലിയ രീതിയിലുള്ള കീടബാധയൊന്നും കാണാറില്ല. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് വേപ്പെണ്ണയാണ് ഏറ്റവും നല്ലത്. 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് 5 ml വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്രയും തന്നെ നമ്മൾ മുടി കഴുകാൻ എടുക്കുന്ന ഷാമ്പൂ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഈ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മൊട്ട് കരിയുന്ന ഈ അസുഖം പെട്ടെന്ന് മാറിക്കിട്ടും. നിങ്ങളുടെ മുല്ലച്ചെടികളിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുക്കാം. മുല്ലച്ചെടിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പോൾ ഇന്ന് എൻ്റെ തോട്ടത്തിലെ മുല്ലച്ചെടികളും ഞാൻ അവയെ പരിചരിക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന പരിചരണത്തെക്കുറിച്ചും വളങ്ങളെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കും അതൊക്കെ പറഞ്ഞു തരണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ തോട്ടത്തിലെ മറ്റൊരു ചെടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.